لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുടെ മാന്യ ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാവനമായ ഒരു മാസം ശുദ്ധമായ സുന്നത്തിൽ ഇന്നുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനാണ്. അക്രമവും അനീതിയും കൈമുതലാക്കി ജീവിച്ചിരുന്ന കാട്ടാളന്മാരായ വചനത്തിലേക്ക് ശാന്തസിദ്ധനും സൗമ്യരസികനുമായ പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉലകി വന്നിരുന്ന കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഭാര്യ 8 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു നബിയേ, ആ 8 പെൺകുഞ്ഞുങ്ങളെയും ഞാൻ കുഴിച്ചു മൂടിയ റസൂലല്ലാഹ്. എന്റെ ഭാര്യ 9ാമതും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അതും ഒരു പെൺകുഞ്ഞായിരുന്നു യാ റസൂലല്ലാഹ്. എന്റെ 9ാമത്തെ പെൺകുഞ്ഞിനെ വളർത്തണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അതിയായ ആഗ്രഹം നബിയേ. അങ്ങനെ ഞാൻ അറിയാതെ എന്റെ ഭാര്യ എന്റെ 9ാമത്തെ പെൺകുഞ്ഞിനെ വളർത്തി നബിയേ. എന്റെ 9ാമത്തെ പെൺകുഞ്ഞ് വളർന്നു വന്നപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു നബിയേ. അങ്ങനെ ജനങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി, യാ ബൽ ബിന്ത്, യാ ബൽ ബിന്ത്, ഏ പെൺകുഞ്ഞിന്റെ പിതാവേ, പെൺകുഞ്ഞിന്റെ പിതാവേ എന്ന് ജനങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. എന്റെ ഭാര്യയോട് പറഞ്ഞ് ഞാൻ എന്റെ പോലെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് കളിപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ 2 പേരും നടന്നു പോകുമ്പോൾ പ്രകൃതിയിലുള്ള പല ചെടികളും പല കാര്യങ്ങളും എന്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുന്നു നബിയേ. അതെന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു ഭാഗത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ പെൺകുഞ്ഞിന്റെ പിതാവേ എന്ന് ജനങ്ങൾ എന്നെ വിളിക്കുന്നു നബിയേ. അതെനിക്ക് താങ്ങാൻ കഴിയില്ല യാ റസൂലല്ലാഹ്. അങ്ങനെ ഞങ്ങൾ 2 പേരും നടന്നു പോകുമ്പോൾ ഒരു പൊട്ടക്കിണർ കാണുകയാണ് നബിയേ. ആ പൊട്ടക്കിണറ്റിലേക്ക് ഞാൻ എന്റെ പൊന്നുമോളെ ഞാൻ അതിലേക്ക് വലിച്ചിറങ്ങി നബിയേ. എന്റെ കുഞ്ഞതിൽ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട് യാ റസൂലല്ലാഹ്, യാ ബീ, യാ ബീ, എന്റെ വാപ്പാ, എന്റെ പൊന്നു വാപ്പാ, എന്തിനാണ് വാപ്പാ എന്നെ ഇതിലേക്ക് വലിച്ചിറങ്ങിയത്? എന്റെ കുഞ്ഞതിൽ കിടന്ന് പേടിച്ച് മരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഈ 9 പെൺകുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊന്ന എനിക്ക് മാപ്പുണ്ടോ യാ റസൂലല്ലാഹ്. ആ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പെൺകുഞ്ഞിന് പിതാക്കന്മാർ എന്ന് പറയാൻ അവർക്ക് ഭയവും നാണക്കേടുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല. കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെടുത്താലും ആരെന്തൊക്കെ പുസ്തകങ്ങൾ എഴുതിയാലും കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കുറിച്ചുള്ള ചിന്തയാണോ നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ആരെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ നമ്മുടെ മനസ്സിന്റെ പേരിൽ കളറ്റുന്നത്? സ്നേഹമെന്ന വികാരം ഏത് വ്യക്തിയിലാണോ ജന്മനയുന്നത്? അങ്ങനെയുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി, 3 പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പരിചയ
അനുസരിച്ച് അവരെ വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് വിശുദ്ധമോദകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കാട്ടാളന്മാരായ അറബികളെ സംസ്കാര സമ്മേളനത്തോടെ അങ്ങേയറ്റമാക്കി അല്ലാഹുവിന്റെ റസൂൽ മാറ്റി എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാഠം ഉൾക്കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.